വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശി 4 പേർക്ക് പുതുജീവനേകും. ഹൃദയം കണ്ണൂരിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ചു. ഹൃദയം, വൃക്ക, കരൾ എന്നീ അവയവങ്ങളാണ് ദാനം ചെയ്യുക. കരളും വൃക്കയും കോഴിക്കോട്ടേക്ക് റോഡ് മാർഗം കൊണ്ടുപോയി. ലാൽകൃഷ്ണ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, കൊച്ചിയിൽ നിന്ന്. ലാൽകൃഷ്ണ, എപ്പോഴാണ് ഹൃദയം ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നു? അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് തുടർ നടപടികൾ, ലാൽകൃഷ്ണ? ജിക്ക് 10:30 കൂടിയാണ് ഈ ഹെലികോപ്റ്റർ, ജിപ്സൺ എയർവേസിന്റെ ഹെലികോപ്റ്ററാണ് എത്തിയത്. ആസ്റ്റർ മെഡിസിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഹെലിപ്പാഡിലേക്ക് ഹെലികോപ്റ്റർ എത്തി. തൊട്ട് പിന്നാലെ തന്നെ ഇവിടെ നിന്ന് ഏകദേശം 150 മീറ്റർ അപ്പുറം മാത്രമാണ് ആശുപത്രിയിലേക്കുള്ളൂ. അവിടേക്ക് ഒരു ബഗ്ഗി വാഹനത്തിൽ ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി തന്നെ എത്തിക്കുകയായിരുന്നു. ഇനി ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയ മാത്രമാണ് ബാക്കിയുള്ളത്. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായി ഏകദേശം 6 മണിയോട് കൂടി തന്നെ 7:30 എത്തും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അത് കണക്കുകൂട്ടി 6 മണിയോട് കൂടി തന്നെ ഓപ്പറേഷൻ, സർജറിക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ആസ്റ്റർ മെഡിസിറ്റിയിൽ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആസ്റ്റർ മെഡിസിറ്റിയിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഇതിനു മുമ്പ് പലതരത്തിലുള്ള അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിട്ടുള്ള ആശുപത്രിയാണ് എങ്കിൽ പോലും വളരെ നൂതനമായ രീതിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് ആസ്റ്റർ മെഡിസിറ്റി കിടക്കുന്നത് ആദ്യമായിട്ടാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനു മുമ്പും പലതവണ എയർ ആംബുലൻസ് സംവിധാനം വഴി ഒരുപാട് പേര് ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശ്രീലങ്കയിലെ ഹൈക്കമ്മീഷണർ, അദ്ദേഹത്തിന് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എയർ ആംബുലൻസ് വഴി എത്തിയതും ഇതേ ഹെലിപ്പാഡിലാണ്, ഇതേ ആശുപത്രിയിലാണ് എന്ന് പറയുന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്താണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ നഷ്ടമാകുന്നതിലൂടെ, ഒരു 23 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടമാകുന്നതിലൂടെ 4 പേർക്ക് പുതുജീവൻ നൽകുക എന്നൊരു കാര്യം കൂടിയുണ്ട്. അവയവദാനത്തിൽ മഹത്തായ മാതൃക കാണിച്ചിട്ടുള്ള കേരളത്തിൽ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ ഓർമ്മപ്പെടുത്തൽ. ഇന്ന് അത് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്ന് തന്നെ പറയാൻ കഴിയും. മലപ്പുറം സ്വദേശിയായിട്ടുള്ള 48-കാരന് വേണ്ടിയിട്ടാണ് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. സർജറി കഴിഞ്ഞാൽ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ സർജറി കഴിഞ്ഞാൽ ഇനി 3 ദിവസത്തേക്ക് ഒബ്സർവേഷനിൽ തന്നെയായിരിക്കും അദ്ദേഹം, ഈ 48-കാരൻ തുടരുക. അങ്ങനെ 3 ദിവസം തുടർച്ചയായ ഒബ്സർവേഷന് ശേഷം മാത്രമായിരിക്കും ബാക്കി നടപടിക്രമങ്ങളിലേക്ക്, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം കൂടി ആശുപത്രി. ഏതായാലും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആസ്ട്രയിൽ ആദ്യമായി നടക്കാൻ പോവുകയാണ്. അത് വിജയകരമാകട്ടെ. 48 വയസ്സുകാരൻ മലപ്പുറം സ്വദേശിക്കാണ് ഹൃദയം നൽകാൻ പോകുന്നത്. 3 ദിവസം ഓപ്പറേഷൻ അല്പസമയത്തിനകം നടക്കും. അതിനുശേഷം 3 ദിവസം ഒബ്സർവേഷനിലായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് മടങ്ങാൻ കഴിയുക. അത് എല്ലാം നന്നായി തന്നെ നടക്കട്ടെ എന്ന് കരുതാം. ലാൽകൃഷ്ണ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.